Good morning to all. Last class നമ്മൾ മണി മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. Sujit and Anish took out agricultural loans 50,000 rupees each from a bank at 4% interest. Sujit settled the debt after 1 year and took out another loan of 50,000 rupees which he settled the next year. Anish could not settle after 1 year and he was asked to pay 7% interest for the second year. How much did he give us interest? സുജിത്തും അനീഷും 4% ഇൻട്രസ്റ്റിൽ 50,000 റുപ്പീസ് അഗ്രികൾച്ചർ ലോൺ ആയിട്ട് എടുത്തു. സുജിത്ത് ഒരു വർഷത്തിന് ശേഷം 50,000 രൂപ തിരിച്ചടച്ചു. വീണ്ടും ഒരു 50,000 രൂപയുടെ ലോൺ എടുത്തു. അത് തൊട്ടടുത്ത വർഷം അടച്ചു തീർക്കുകയും ചെയ്തു. അനീഷിന് പക്ഷേ ആദ്യത്തെ വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ വർഷം കൊണ്ടാണ് അടച്ചു തീർത്തത്. പക്ഷെ രണ്ടാമത്തെ വർഷം അടച്ചു തീർത്തപ്പോഴേക്കും ഇൻട്രസ്റ്റ് 7% കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ വീതമാണ് നൽകിയത് എന്ന് കണ്ടെത്തുക. ഓക്കെ, നമുക്ക് രണ്ടുപേരുടെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. സുജിത്ത് എന്ന് പറഞ്ഞ കിട്ടി കൊടുക്കാം. സുജിത്ത് ആകെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സുജിത്ത് ആകെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ കൊടുത്തെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഇയറിൽ 50,000 രൂപ ലോൺ എടുത്തു. അത് തിരിച്ചടച്ചപ്പോൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുത്തു നോക്കാം. അതായത് ലോൺ എമൗണ്ട് എത്രയായിരുന്നു? 50,000. ശരിയല്ലേ? ഓക്കെ, 50,000 റുപ്പീസ് ലോൺ എടുത്തു. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 4%. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 50,000ന്റെ 4% ഇൻറ്റു 4/100. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 2,000. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം 2,000 റുപ്പീസ് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ 2,000 കൂടെ കൂട്ടി 52,000 തിരിച്ചടച്ചു. ഇനി സെക്കൻഡ് ഇയറിലെ ലോൺ എമൗണ്ട് രണ്ടാമത്തെ വർഷം വീണ്ടും എടുത്തില്ലേ? ലോൺ എമൗണ്ട് ഇൻ ദി സെക്കൻഡ് ഇയർ എത്രയാണ്? അതും 50,000 വീണ്ടും എടുത്തു. എന്ത് ചെയ്തു? അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആയിരുന്നു. അപ്പോഴെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കൊടുത്ത് നോക്കാം. ഇൻട്രസ്റ്റ് അഗെയിൻ 50,000 ഇൻറ്റു 4/100 2,000. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 2 വർഷം കൂടെ ആകെ എത്ര കൊടുത്തു? 2,000 പ്ലസ് 2,000 4,000 റുപ്പീസ്. അതായത് 2 വർഷം കൂടെ 4,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ഇനി അതേസമയം അനീഷിന്റെ ലോൺ എമൗണ്ട് എത്രയാണ്? ലോൺ എമൗണ്ട് അതും 50,000 തന്നെയായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അനീഷിന് പക്ഷേ ഒരു വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ രണ്ടാമത്തെ വർഷത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിട്ട് മാറി? 4 എന്നുള്ളത് 7% ആയിട്ട് മാറി. ഇനി ഡ്യൂറേഷനോ കാലാവധിയോ അനീഷ് വരെ 2 വർഷം കൊണ്ടാണ് അടച്ചത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ത് വരും? 50,000 ഇൻറ്റു 7/100 ഇൻറ്റു 2 വന്നു. എന്ത് വന്നു? 5,000 ഇൻറ്റു 7 ഇൻറ്റു 500 ഇൻറ്റു 7 ഇൻറ്റു 2 എന്ത് വന്നു? 7,000 റുപ്പീസ്. അതായത് അനീഷ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തത് എത്രയാണ്? 7,000 റുപ്പീസ്. ഇനി സുജിത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തതോ 4,000 റുപ്പീസ്. നോക്കുക, സുജിത്ത് 50,000 രൂപ ലോൺ എടുത്തു. അവിടെ ഫസ്റ്റ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4 ആയിരുന്നു. അപ്പോൾ 2,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. വീണ്ടും അഗൈൻ 50,000 എടുത്തു. വീണ്ടും 4% തന്നെ പലിശ കൊടുത്തു. അവിടെ 2,000 ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ടോട്ടൽ എത്ര രൂപ കൊടുത്തു? 2 വർഷം കൂടി 4,000 രൂപ കൊടുത്തു. ഇനി അനീഷോ ആദ്യത്തെ വർഷം 50,000 രൂപയാണ് എടുത്തത്. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ടാമത്തെ വർഷമായപ്പോൾ 7% മാറി. അപ്പം 4% എന്നുണ്ടായിരുന്നത് 7% മാറി. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 7% മാറി. അപ്പം 2 വർഷത്തേക്ക് എത്ര കൊടുത്തു? ആദ്യത്തെ വർഷം 7% പലിശ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. അതായത് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 7/100 ഇൻറ്റു 2. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല എന്താ? I is equal to PNR. Okay, next question. Rahul and Rajani opened accounts in a bank on the same day, each depositing 8,000 rupees
After 1 year, Rahul withdrew the entire amount including interest and redeposited it. After 1 more year, both closed their account. How much did each get? Why are the amount different? Okay. രാഹുലും രജനിയും ഒരു ബാങ്കിൽ ഒരേ ദിവസം 8,000 രൂപ കൊടുത്തൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷത്തിന് ശേഷം രാഹുൽ പലിശ സഹിതം ആ എമൗണ്ട് മുഴുവൻ പിൻവലിച്ചിട്ട് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവരവരുടെ എമൗണ്ട് വിഡ്രോ ചെയ്തു. ടോട്ടൽ എമൗണ്ട് ക്ലോസ് ചെയ്തു. അങ്ങനെയെങ്കിൽ രണ്ടുപേർക്കും എത്ര രൂപ വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടുന്ന എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും സെപ്പറേറ്റ് ചെയ്യാം. രാഹുൽ, ഓക്കെ, രാഹുൽ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? എമൗണ്ട് ഡെപ്പോസിറ്റഡ് 8,000. ഓക്കെ, അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10%. ഓക്കെ, ദെൻ അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ കിട്ടും? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ വർഷത്തെയാണല്ലോ ഇൻട്രസ്റ്റ് ഫോർ ഫസ്റ്റ് ഇയർ. ഐ ഈസ് ഈക്വൽ ടു PNR എന്ന്, അതായത് 8,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 എത്ര വന്നു? 800 റുപ്പീസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയറിൽ വിഡ്രോ ചെയ്ത എമൗണ്ട്, the amount he withdrew ചെയ്ത എമൗണ്ട് എത്രയാണ്? 8,000 പ്ലസ് 800 which is equal to 8,800. ഇനി എന്ത് ചെയ്തു? എമൗണ്ട് റീഡെപ്പോസിറ്റഡ്. ഈ എടുത്ത എമൗണ്ട് അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ അടുത്ത സെക്കൻഡ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? അതും 10% തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ ദി സെക്കൻഡ് ഇയർ 8,800 ഇൻറ്റു 10/100 ഇൻറ്റു 1 എന്ത് വന്നു? 880. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? എമൗണ്ട് get back after second year. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് 8,800 പ്ലസ് 880 9,680 റുപ്പീസ്. രണ്ട് വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നതിലാണ് രാഹുലിന് 9,680 റുപ്പീസ്. ഇനി രജനിയുടെ കേസ് നോക്കുക. രജനി amount deposited 8,000, rate of interest 10%. ഇനി ഡ്യൂറേഷൻ എത്ര നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേ? 2 years. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് എന്ത് വരും? 8,000 ഇൻറ്റു 10/100 ഇൻറ്റു 2. ഓക്കെ, ഇനി എന്ത് വന്നു? 1,600. അങ്ങനെയെങ്കിൽ എമൗണ്ട് ഗെറ്റ് ബാക്ക് എത്രയായിരിക്കും? 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 8,000 പ്ലസ് 1,600 which is equal to 9,600. ഓക്കെ, ഒരാൾക്ക് 9,600 റുപ്പീസും രണ്ടാമത്തെ ആൾക്ക് 9,680 റുപ്പീസും. നോക്കുക, എന്തുകൊണ്ടാണ് രാഹുലിന് രജനിയേക്കാൾ 80 റുപ്പീസ് കൂടുതൽ കിട്ടാൻ കാരണം? രാഹുല് ഒന്നാമത്തെ വർഷം പലിശ സഹിതം എമൗണ്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ ഒരു 800 രൂപ രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട്, അതായത് രണ്ടാമത്തെ വർഷം ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 800 രൂപ കൂടുതൽ വന്നു. വീണ്ടും ഈ 800 രൂപയ്ക്ക് വീണ്ടും എന്ത് സംഭവിച്ചു? 8,000-ന് പകരം 8,800 നമ്മൾ 10% കണ്ടുപിടിച്ചത്. അപ്പൊ ആ ഒരു 800 രൂപ അധികമായി വന്ന ആ 800 രൂപയ്ക്കും വീണ്ടും പലിശ കിട്ടി. ആ 800 റുപ്പീസിന് വീണ്ടും പലിശ കിട്ടിയത് കൊണ്ടാണ് രാഹുലിന് എത്രയാണ്? 80 രൂപ കൂടുതൽ കിട്ടിയത്.
മനസ്സിലായോ? പക്ഷേ അതേസമയം രജനിക്കോ 2 വർഷവും ഈ 8,000 മാത്രമേ 10% കിട്ടൂ. രാഹുലിന് പക്ഷേ രണ്ടാമത്തെ വർഷം 8,800 10% കൂടെ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഈ അധികമായി കിട്ടിയ 80 രൂപ വരാൻ കാരണം എന്താണ്? ഈ 800 രൂപ, അതായത് ആദ്യത്തെ വർഷം കിട്ടിയ പലിശ വീണ്ടും രണ്ടാമത്തെ വർഷത്തെ എമൗണ്ടിനോട് ചേർന്നില്ലേ? ആ പലിശ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് മൂലം അതിന് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് രാഹുലിനെ കൊണ്ട് കൂടുതൽ കിട്ടാൻ കാരണം. ഓക്കെ, അടുത്തതായിട്ട് എക്സസൈസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അഡീഷൻ ആയിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെക്സ്റ്റ് വൺ, എ ഫാൻ ഈസ് ബോട്ട് ഫോർ 1,400 rupees which is sold for 20% profit. Find the selling price of the fan. Second question, a sari is bought for rupees 1,200 getting a discount of 20%. What is its market price? 4 ഓപ്ഷൻ ഉണ്ട്. 1,200 into 20 by 100, 1,200 into 100 by 20, 1,200 into 100 by 80, 1,200 into 80 by 100. C part, calculate the interest for rupees 4,000 at a rate of 8% interest for 3 years. Okay, ഫസ്റ്റ് പാർട്ട് ഇതായിരുന്നു. 1,400 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ഫാന് 20% പ്രോഫിറ്റിൽ വിറ്റാൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1,200 രൂപയ്ക്ക് ഒരു സാരി വാങ്ങിച്ചാൽ 20% ഡിസ്കൗണ്ട് കിട്ടുമെങ്കിൽ ആ സാരിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? അതായത് 1,200 രൂപ കൊടുത്തൊരു സാരി വാങ്ങിച്ചപ്പോൾ നമുക്ക് 20% ഡിസ്കൗണ്ടിലാണ് ഇത് കിട്ടിയത് എങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് മാത്രമായിരുന്നു? സി പാർട്ട്, 4,000 രൂപയ്ക്ക് 8% ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും? 4,000 രൂപയ്ക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് എത്ര രൂപ പലിശ ലഭിക്കും? ഓക്കെ, 1,400 രൂപ കൊടുത്ത് വാങ്ങിച്ച ഫാന് 20% പ്രോഫിറ്റിൽ വിറ്റാൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് മാത്രമായിരിക്കും? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? പാട്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫാൻ, കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 1,400. എന്താണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫാൻ എന്നാണ്? കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% പ്രോഫിറ്റിൽ കിട്ടുന്ന പറഞ്ഞത്. അതായത് 1,400 into 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 120 by 100. എത്ര വന്നു? 1,680 rupees. അതായത് 1,400 രൂപയുടെ ഫാൻ 20% പ്രോഫിറ്റ് വിട്ടാൽ അതിന്റെ 20% കൂട്ടി വെക്കണം. അതായത് 120% വിൽക്കണം. അതായത് 120% ഓഫ് 1,400 ഓടിച്ചു. അതാണ് 120 by 100 into 1,400. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1,680. രണ്ടാമത് 1,200 രൂപ കൊടുത്തൊരു സാരി വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ആ സാരി 20% ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടിയത്. അതായത് 20% ഡിസ്കൗണ്ടിൽ ഒരു സാരി വാങ്ങിച്ചപ്പോൾ ആ സാരിക്ക് 1,200 ആണ് വില കൊടുക്കേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ആ സാരിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? നമ്മളത് വിൽക്കാനായിട്ട് വെക്കുമ്പോൾ അതിന്റെ വില എന്താണ്? അതായത് നമ്മൾ ബി പാർട്ട് നോക്കുക. ബൈയിങ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എത്രയായിരുന്നു? 1,200. ഇനി എന്തായിരുന്നു പറഞ്ഞത്? അവിടെ മാർക്കറ്റ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ടിലാണ് വിറ്റത്. അതായത് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 80%, മാർക്കറ്റ് പ്രൈസിന്റെ 80% നമ്മൾ കൊടുത്തുള്ളൂ. അതായിരുന്നു എന്ത്? 1,200. അങ്ങനെയല്ലേ പറഞ്ഞേ? 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന്റെ 80%ലാണ് നമുക്ക് എന്ത് കിട്ടിയത്? സാരി കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസിന്റെ 80% ആയ മാർക്കറ്റ് പ്രൈസിന്റെ 80 by 100 ആണ് നമ്മൾ വാങ്ങിച്ച സാരിയുടെ വില. അങ്ങനെയെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,200 into 100 divided by 80. ഇപ്പൊ എന്ത് വന്നു? ഓക്കെ, അപ്പൊ എന്ത് വരും? 150 into 10, 1,500. അതായത് സാരിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 1,500. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ് ശരി? 1,200 into 100 by 80 എന്നുള്ള ഓപ്ഷൻ സി. സി പാർട്ട്, 4,000 രൂപയ്ക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 4,000 into I is equal to എന്താണ് ഫോർമുല? PNR. 4,000 into എത്രയായിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 8%. എത്ര വർഷത്തേക്കായിരുന്നു? 3 വർഷം. അപ്പൊ എത്ര വന്നു? 960 rupees. 3 വർഷത്തേക്ക് കിട്ടുന്ന പലിശ എത്രയാണ്? 960 അല്ലെ 960 rupees. ഓക്കെ,
നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ആദ്യമേ കോസ്റ്റ് പ്രൈസ്, സെയിൽ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഇതൊക്കെയായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നോക്കുക, അതിനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് കോസ്റ്റ് പ്രൈസ്. എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരൻ ഒരു സാധനം വിൽക്കാനായിട്ട് തന്റെ കടയിൽ കൊണ്ടുവെക്കുന്നു. അപ്പൊ ആ കടക്കാരൻ തന്റെ കടയിലോട്ട് ആ സാധനം വിൽക്കാനായിട്ട് കൊണ്ടുവെക്കുന്നത് വരെയുള്ള അയാളുടെ ചെലവും ആ സാധനത്തിന്റെ വിലയും കൂട്ടുന്നതാണ് കോസ്റ്റ് പ്രൈസ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് ഒരു സൈക്കിൾ കച്ചവടക്കാരൻ ഹോൾസെയിൽ കടയിൽ നിന്ന് ഒരു സൈക്കിൾ വാങ്ങി തന്റെ കടയിൽ കൊണ്ട് വെക്കുന്നു. അപ്പൊ തന്റെ കടയിൽ കൊണ്ട് വെക്കുന്നത് വരെയുള്ള ആ സൈക്കിളിന് അയാൾ മുടക്കേണ്ടി വരുന്ന ചെലവിനാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് അല്ലെ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് അതായത് വില ഇട്ട് വെച്ചിരിക്കുന്ന വില. ഓക്കെ, അതായത് അയാളത് വാങ്ങിക്കുമ്പോഴുള്ള വിലയാണ് കോസ്റ്റ് പ്രൈസ്. അയാൾ വിൽക്കാൻ അതിന്റെ പുറത്ത് എഴുതി വെക്കുന്ന വിലയാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് അല്ലെ മാർക്കറ്റ് പ്രൈസ്. ഇനി അതിന് കൊടുക്കുന്ന റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, ഇത്ര പെർസെൻറ്റേജ് റിഡക്ഷൻ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന അയാൾ തീരുമാനിക്കുന്നു. ഇനി ഇത് കൊടുത്തതിന് ശേഷം റിഡക്ഷൻ അല്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ മാർക്കറ്റ് പ്രൈസ് ആ എഴുതി വെച്ചിരിക്കുന്ന വിലയിൽ നിന്ന് കുറച്ച് ശതമാനം വില കുറച്ച് കൊടുക്കുന്നു. ഇനി സെയിൽ പ്രൈസ്. സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽ പ്രൈസ്. അയാൾ ആ സൈക്കിള് ആക്ച്വലി എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതാണ് അയാളുടെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. നോക്കുക, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5000 രൂപയുടെ ഒരു സൈക്കിള് അയാളെ കടയിൽ കൊണ്ടുവച്ചാൽ തന്നെ ആ സൈക്കിളിന് 5000 രൂപ ചെലവായി. അയാൾ അതിന്റെ പുറത്ത് 6500 റുപ്പീസിന് വിൽക്കുമെന്ന് എഴുതി വെച്ചു. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? അയാൾ 10% ഡിസ്കൗണ്ട് കൊടുക്കും തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ നോക്കുക, 5000 രൂപ മുടക്കിയാണ് അയാൾ സൈക്കിൾ തന്റെ കടയിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് അതിന്റെ പുറത്ത് ആ സൈക്കിളിൽ അയാൾ ഡിമാൻഡ് ചെയ്തു 6500 രൂപയ്ക്കാണ് ആ സൈക്കിൾ വിൽക്കുന്നത്. പക്ഷെ അതിനോട് എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ റിഡക്ഷൻ കൊടുക്കുന്നു പറഞ്ഞാൽ എന്താവും? ഈ 6500ന്റെ 10% കുറച്ചായിരിക്കും അയാൾ വിൽക്കുന്നത്. അതായത് എന്ത് വരും? 6500ന്റെ 10% എന്ത് വരും? 650 റുപ്പീസ് വരും. അപ്പൊ എത്ര വരും? സെയിൽ പ്രൈസ് 6500ൽ നിന്ന് 650 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5850 രൂപയായിരിക്കും അതിന്റെ സെയിൽ പ്രൈസ്. നോക്കുക, 5000 രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങിച്ചു, 6500 അയാൾ വിൽക്കും എന്ന് പറഞ്ഞു. 10% ഡിസ്കൗണ്ട് കൊടുത്താൽ അയാൾ അത് 5850 വിൽക്കുന്നു. അപ്പൊ നോക്കുക, ഇവിടെ നോക്കുക, ഈ ആളുടെ കച്ചവടം ലാഭകരമാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയണേ? ഈ കോസ്റ്റ് പ്രൈസും സെയിൽ പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുക. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെയിൽ പ്രൈസ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് സെയിൽ പ്രൈസ് ഉണ്ടായതെങ്കിൽ, അത്ര രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ അയാൾക്ക് ലാഭം കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കുക, ഇനി ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഇതൊക്കെ തീരുമാനിക്കുന്ന ഏത് പ്രൈസിനോട് ബന്ധപ്പെടുത്തിയാണ്? മാർക്കറ്റ് പ്രൈസ്. അയാൾ എഴുതി വെക്കുന്ന വിലയെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടും റിഡക്ഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അയാൾ വാങ്ങിച്ച വിലയാണ് കോസ്റ്റ് പ്രൈസ്, അയാൾ അത് വിൽക്കാൻ എഴുതി വെച്ചിരിക്കുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. ഇനി ആ മാർക്കറ്റ് പ്രൈസിന് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡക്ഷൻ കണ്ടുപിടിക്കുന്നത്. അല്ല ഡിസ്കൗണ്ട് എത്ര കൊടുക്കുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കുക. അതിനുശേഷമാണ് എന്തായിട്ട് മാറുന്നത്? സെയിൽ പ്രൈസ് ആവുന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ കടയിൽ കൊണ്ട് വെക്കുമ്പോൾ ഉള്ള അതിന്റെ വില. അയാൾ വാങ്ങിച്ചു എടുത്തു കഴിഞ്ഞാൽ അയാൾ വാങ്ങിക്കുമ്പോഴുള്ള അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് കോസ്റ്റ് പ്രൈസ്. ഇനി അയാൾ അതിന്റെ പുറത്ത് എഴുതി വെക്കുവാണ് ഇത്ര രൂപയ്ക്ക് ഞാനിത് വിൽക്കും, അതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ്. ഇനി അതിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യുന്നത്? റിഡക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അത് എത്ര പെർസെന്റേജ് ആണോ? പെർസെന്റേജ് തരുവില്ല, 100 രൂപ തരും, ഇത്ര രൂപ എന്നൊക്കെ തരും. അതാണ് അതിന്റെ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആക്ച്വലി അയാൾ അത് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതാണ് അതിന്റെ സെയിൽ പ്രൈസ്. ഇനി കച്ചവടം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയേണ്ടത് എന്താണ്? ഈ കോസ്റ്റ് പ്രൈസും സെയിൽ പ്രൈസും നോക്കുക. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെയിൽ പ്രൈസ് എങ്കിൽ ലാഭമാണെന്നും, കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞതാണ് സെയിൽ പ്രൈസ് എങ്കിൽ നഷ്ടമാണെന്നും മനസ്സിലാക്കാം. ഇനി എന്ത് മാത്രമാണ് ലാഭകരം അല്ലെ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്താണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസും സെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെയിൽ പ്രൈസ് എങ്കിൽ അതെന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. അതിനൊക്കെ കുറച്ച വിലക്കാണ് വിൽക്കുന്നത്, ലോസ് ഉണ്ടാവും. ഇനി ഈ കേസിൽ എന്താ ഉണ്ടായത്? പ്രോഫിറ്റ് ഉണ്ടായി. പ്രോഫിറ്റ് എത്രയായിരുന്നു? 5000 രൂപയ്ക്ക് അയാൾ വാങ്ങിച്ചത് 5850 രൂപയ്ക്ക് കിട്ടും. എത്ര കിട്ടി? 850 റുപ്പീസ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി ഈ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനെ വെച്ചുകൊണ്ട്. അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്.
850 divided by 5000 into 100. അതായത് 850 by 5000 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ എന്താണ് ആ ഫ്രാക്ഷന്റെ പെർസെന്റേജിലുള്ള ഫോം കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഇതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. അതായത് 850 by 5000 into 100. ഇപ്പൊ എന്ത് വന്നു? 85 by 5. അപ്പൊ എത്ര കിട്ടി? 17%. അതായത് അയാൾക്ക് 17% ലാഭം കിട്ടി. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 17% ആണ്. ഇതാണ് അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ്. ഇനി ലോസ് ആണെങ്കിലും അവിടെ അതേ സെയിം കണ്ടീഷൻ തന്നെയാണ്. ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് പഠിക്കാൻ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് ആണെങ്കിലോ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? എന്നോട് പറയാം. ഒരാള് കടയിൽ ഒരു കടക്കാരൻ വിൽക്കാനായിട്ട് ഒരു സാധനം കൊണ്ട് വെച്ചു. ആ സാധനത്തിന് വേണ്ടി അയാൾ മുടക്കിയത് കോസ്റ്റ് പ്രൈസ്. അയാൾ ആ സാധനത്തിന് പുറത്ത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാന്ന് എഴുതി വെക്കുന്നതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ്. ഇനി അതിനകത്ത് ഡിസ്കൗണ്ട് റിഡക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് നോക്കും. എന്നിട്ട് ആ മാർക്കറ്റ് പ്രൈസിനെ വെച്ചുകൊണ്ട് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കും. എന്നിട്ട് ആക്ച്വലി അയാൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണോ അതാണ് അയാളുടെ സെയിൽ പ്രൈസ്. ഇനി കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെയിൽ പ്രൈസിന്റെ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്നും കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് സെയിൽ പ്രൈസ് എങ്കിൽ ലോസ് ഉണ്ടായെന്നും പറയുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് ലോസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ആ പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പ്രൈസിനെ വെച്ചുകൊണ്ടാണ്. അയാൾക്ക് ചെലവായ എമൗണ്ടും അയാൾ കിട്ടിയ പ്രോഫിറ്റുമാണ് നോക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ്. ഇതാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ചെയ്തത്. പിന്നീട് നമ്മൾ കണ്ട എന്താണ്? പെർസെന്റേജ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ കടമെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് തിരിച്ചടക്കേണ്ടി വരുന്ന എമൗണ്ട്, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട തുക, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ കുറെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട്, അതാണ് അതിന്റെ ആ ഇട്ടിരിക്കുന്ന എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഒരു വർഷത്തേക്ക് ഇനി എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് പറഞ്ഞു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കുകാർ അധികമായിട്ട് തരുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിലോട്ട് അധികമായിട്ട് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട്, ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റിനാണ്, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇങ്ങോട്ട് അധികമായിട്ട് കിട്ടുന്ന എമൗണ്ടിനാണ്, ഇൻട്രസ്റ്റിനാണ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ പറയാം. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അതാണ് നമ്മൾ 10% എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ നമ്മൾ 10 രൂപ അല്ല 100 രൂപ ഇട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 10 രൂപ കൂടുതൽ കിട്ടും. അതാണ് എന്റെ മീനിങ്. ഇനി ലോൺ എടുക്കുമ്പോഴാണെങ്കിൽ എന്ന് പറയാം, 100 രൂപ ലോൺ എടുത്താൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ 10 രൂപ അധികം അടയ്ക്കേണ്ടി വരും, അതായത് 110 രൂപ അടയ്ക്കേണ്ടി വരും. അതാണ് അവിടുത്തെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു വർഷത്തിൽ കൂടുതലാണ് നമ്മൾ എന്താ പറയുക, ഒന്നിൽ കൂടുതൽ വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെ ഒന്നിൽ കൂടുതൽ വർഷം കൊണ്ടാണ് നമ്മൾ ലോൺ അടച്ചു തീർക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം എത്ര വർഷത്തേക്കാണോ അത്രയും ടൈംസ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? അതായത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാങ്കിൽ നിന്ന് 10,000 രൂപ ലോൺ എടുത്തു, 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ നോക്കുക, 10% ഒരു ബാങ്കിൽ നിന്ന് 10,000 രൂപ ലോൺ എടുക്കുന്നു, 10% ആയിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 1000 റുപ്പീസ് ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കണം. പക്ഷെ നമ്മൾ 3 വർഷം കഴിയുമ്പോഴാണ് തിരിച്ചടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1000ന്റെ 3 ടൈംസ് കണ്ടുപിടിക്കണം. അതായത് 3000 റുപ്പീസ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതിന്റെ കൂടെ നമ്മൾ ലോൺ എടുത്ത എമൗണ്ടും കൂടെ. അപ്പൊ ടോട്ടൽ എത്ര രൂപ കൊടുക്കണം? 13,000. ഓക്കെ, ഇത് ഒരുമിച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് I = PNR. P എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3 വർഷമാണെങ്കിൽ 3, 5 വർഷമാണെങ്കിൽ 5. എപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഒരു വർഷത്തേക്കുള്ള
ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എത്ര വർഷത്തേക്കായിരുന്നു ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പി ഇൻറ്റു ആർ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എന്നും കൂടെ വരുമ്പോൾ എന്താവും, എത്ര വർഷത്തേക്കാണ്. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.